ഞാൻ നിങ്ങളുടെ തന്നെ ചില നേതാക്കന്മാരോടൊക്കെ ചില സ്വകാര്യ സംഭാഷണങ്ങൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് 2031 തെരഞ്ഞെടുപ്പിൽ BJP സംസ്ഥാനത്ത് അധികാരത്തിൽ വരും, അതാണ് ഞങ്ങളുടെ ഒരു ടാർഗറ്റ്. അപ്പോൾ ഇത് ഒരു യാത്ര നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് അതിൽ നിന്ന് വ്യംഗ്യം. അപ്പൊ അല്ല, ചില നേതാക്കന്മാർ സ്വകാര്യമായിട്ടൊക്കെ പറയുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ അധികാരത്തിൽ വരുമോ എന്ന് ചോദിച്ചാൽ, ഇപ്പം ഞങ്ങൾ കുറച്ച് സീറ്റുകൾ കരസ്ഥമാക്കുന്നു, അത് കഴിഞ്ഞ് ഞങ്ങളുടെ യാത്ര കുറച്ചുകൂടെ ശക്തി കൂടുന്നു, 2031 കേരളത്തിന്റെ ഭരണം പിടിക്കുന്നു. അപ്പൊ അങ്ങയുടെ ഒരു സ്ട്രാറ്റജി എന്താണ്? ആ തിയറിയിൽ ഞാൻ വിശ്വസിക്കുന്നു. കാരണം ത്രിപുരയിൽ വന്ന മാറ്റം അങ്ങനെയല്ല വന്നത്. വെസ്റ്റ് ബംഗാളിൽ വന്ന ഈ 31 ഞാൻ പറഞ്ഞ മാറ്റം ഇപ്പൊ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് അങ്ങ് പറയുന്നത്. 100%. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെയാണല്ലോ പൊളിറ്റിക്കൽ ചേഞ്ച് വരുന്നത്. ഈ കൊടുങ്കാറ്റ് വരുമ്പോ, ചേഞ്ചിന്റെ കാറ്റ് വരുമ്പോ അത് ഒരു 10 കൊല്ലത്തിന്റെ കാറ്റൊന്നുമല്ല. ഒറീസയിൽ എങ്ങനെയാണ് നവീൻ പട്നായിക് പെട്ടെന്ന് മാറിയത്? വെസ്റ്റ് ബംഗാളിൽ എങ്ങനെയാണ് CPM പെട്ടെന്ന് ഒരു ഇലക്ഷന് പോയത്? ത്രിപുരയിൽ അങ്ങനെ ഒരു കൊടുങ്കാറ്റ് കേരളത്തിൽ അടിക്കുന്നുണ്ട്, അങ്ങനെ പറത്താൻ വേണ്ടി. അല്ല, ഈ കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഫിലോസോഫിക്കൽ കൊടുങ്കാറ്റാണ്. ഒരു കാറ്റ് എന്ന് പറഞ്ഞാൽ റോഡിൽ ആൾക്കാർ വന്ന് അതൊന്നുമല്ല. ഒറീസയിൽ എന്തായിരുന്നു? അങ്ങനെ ഒരു പെർസെപ്ഷനൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. ഒരു കാറ്റോ കൊടുങ്കാറ്റ് ഉണ്ടെന്ന് തന്നെ ആർക്കും അറിഞ്ഞില്ല. പക്ഷെ റിസൾട്ട് വന്നത് ഒരു വേവ് ആയിരുന്നു. ഈ സീറ്റുകൾ നൽകിയപ്പോ അങ്ങ് എടുത്തൊരു മുൻകരുതൽ എന്താണ്? ഇപ്പൊ ആ സമയത്തൊക്കെ കേട്ടൊരു വാദം, ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇവിടെ വിവാദങ്ങളില്ലാത്തൊരു പ്രഭാതം ഉണ്ടാകില്ല, നിങ്ങൾക്കറിയാലോ. രാജീവ് ചന്ദ്രസേന്റെ ഗ്രൂപ്പിലുള്ളവർക്ക് സീറ്റ് കൂടുതൽ കൊടുത്തു എന്നൊക്കെ ഇങ്ങനെ പിന്നാമ്പുറങ്ങളിൽ സംസാരം ഉണ്ടായിരുന്നു. എന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അല്ല എന്നാ പറയുന്നത്. അപ്പൊ അങ്ങേൽ പറഞ്ഞു കാണത്തില്ല, പക്ഷെ പുറത്ത് അങ്ങനെ അഭിപ്രായമുണ്ട്. ഞങ്ങളുടെ ഈ പാർട്ടിയില് ഞാൻ വന്ന മുതൽ ഒരു ഇഷ്യൂ ക്ലിയർ ആണ്. ഇവിടെ ഒരു ഒറ്റ ഗ്രൂപ്പേ ഉള്ളൂ. ആ ഗ്രൂപ്പിന്റെ പേരാണ് നരേന്ദ്രമോദിജി ഗ്രൂപ്പ്. വേറെ ഗ്രൂപ്പിന്റെ സാധ്യത എന്ന് പറഞ്ഞാൽ വട്ടപൂജ്യമാണ്. അപ്പോ ഇവിടെ ഒരു ഗ്രൂപ്പ് വഴക്ക് കേന്ദ്ര നേതാക്കന്മാരെയൊക്കെ അമ്പരപ്പിക്കുകയും അലോസരപ്പെടുത്തുകയും ചെയ്യുന്നൊക്കെ ഇടയ്ക്ക് വാർത്ത ഉണ്ടായിരുന്നു. അതെല്ലാം നോക്കുക, അതെല്ലാം ഉണ്ടാക്കാൻ ആൾക്കാരുണ്ട്, പറയാനും ആൾക്കാരുണ്ട്. ഇവിടെ എല്ലാം മെറിറ്റ് ബേസ്ഡ് ആണ്, പെർഫോമൻസ് ബേസ്ഡ് ആണ്. എല്ലാവർക്കും അവസരങ്ങളുണ്ട്. പക്ഷെ ആ അവസരം എടുത്തിട്ട് എന്ത് ചെയ്യും അത് തീരുമാനിക്കേണ്ടത് ആ ലീഡറാണ്, അല്ലെങ്കിൽ ആ പ്രവർത്തകനാണ്. സോ അങ്ങനെയൊന്നുമല്ല. മലയാള ടെലിവിഷനിൽ ഡീൽ ഓർ നോ ഡീൽ എന്ന് അവതരിപ്പിച്ച നടൻ മുകേഷ് ആയിരുന്നു. അതൊരു പ്രോഗ്രാം ആയിരുന്നു, ഏഷ്യാനെറ്റിൽ വന്ന പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ എന്നാൽ ഇന്നിപ്പം കേരളത്തിന്റെ പൊളിറ്റിക്സിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാക്കായിട്ട് ഡീല് മാറിയിട്ടുണ്ട്. അപ്പം ഇടയ്ക്ക് ഒരു 3 ദിവസം ചർച്ച ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ച ഒരു പുതിയൊരു സാധനം വരുമ്പോൾ ഈ ഡീല് മാറും. പക്ഷെ ആ ഡീല് ഇടവേളയിട്ടെങ്കിലും പിന്നെയും വന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് നിങ്ങളെ ഒന്ന് തളയ്ക്കാനും അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് അമ്പരപ്പിക്കാനും ഈ ഡീല് നിങ്ങൾ നടത്തി എന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതിലൊരു ട്രാക്ഷനില്ല. കാരണം അതൊരു പച്ചക്കള്ളമല്ലേ. നോക്കൂ, അതിൽ ആരാണ് വിശ്വസിക്കുന്നത്? കോൺഗ്രസ് വിശ്വസിക്കാൻ ഒരാള് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പറയുന്നത് അങ്ങ് കൊടുത്ത മണ്ഡലങ്ങളുണ്ടല്ലോ, ഇപ്പൊ റാന്നി, കോന്നി അല്ലെങ്കിൽ പാലക്കാട്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ അല്ല. അപ്പൊ 2020 മത്സരിക്കുന്നത് ഡീലിന് പറയുന്നുണ്ട്. അല്ല, അപ്പൊ 2020 അപ്പൊ ഡീല് 2020യും കോൺഗ്രസ് തമ്മിലാണോ? അല്ല, 2020 നിങ്ങൾ കൊടുക്കുമ്പോ അത് തീരുമാനിക്കേണ്ടത് ഡീലുണ്ടോ ഡീലില്ലെന്ന് 2020 തീരുമാനിച്ചു. കോൺഗ്രസ് നേതാക്കന്മാര് പറയുന്നത് അറിയുമോ? ഇത് ഒരു കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കുന്നതിന്റെ BJPയുടെ അജണ്ടയുടെ ഭാഗമായിട്ട് നിങ്ങൾ ചില സ്ഥലത്ത് ചില സ്ഥാനാർത്ഥികളെ കൊടുത്തിരിക്കുന്നു. അപ്പൊ CPM ഭരിച്ചോട്ടെ, അടുത്ത 31 ആകുമ്പോ അത് ഡീൽ CPM-ന്. അതെ CPM-ന് നോക്കൂ, ഇതില് സത്യം എന്താ? നമ്മളിപ്പോ ഇനിയിപ്പോ അടുത്ത 10 ദിവസം ഉണ്ട് ഇലക്ഷൻ. ഞാൻ ഇന്നൊരു പ്രഡിക്ഷൻ പറഞ്ഞേ, എല്ലാ ദിവസവും ഒരു പുതിയ നുണ വരും. മനസ്സിലായില്ലേ? മാധ്യമസുഹൃത്ത് എന്റെ അടുത്ത് വരും. ഇത് VD സതീശൻ പറയുന്നു, ഇത് പിണറായി വിജയൻ പറയുന്നു, നിങ്ങളുടെ എന്താണ് റെസ്പോൺസ് എന്ന് പറഞ്ഞ് എന്നെ ട്രാപ്പ് ചെയ്യാൻ നോക്കും, BJP-നെ ട്രാപ്പ് ചെയ്യാൻ നോക്കും. കാരണം അങ്ങനെ കേട്ട അങ്ങ് വാ തുറക്കാറില്ലേ? അതോ എന്താ പരിപാടി? അത് സത്യം പറയാം. ബാക്കി എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ വികസിത കേരളം എന്ന് മുന്നോട്ട് വെക്കുമ്പോൾ എങ്ങനെയെങ്കിലും ആ വികസനത്തിന്റെ ശ്രദ്ധ തിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്നാണ് ഇവരുടെ 24 മണിക്കൂർ അവരുടെ വാർ റൂമിൽ ചർച്ച. മനസ്സിലായില്ലേ? കാരണം വികസനത്തെ കുറിച്ച് ഒന്നും പറയാനില്ല. അപ്പൊ എന്താണ് ഇത് ചെയ്യേണ്ടത്, എങ്ങനെയാ ചവിട്ടി വെക്കേണ്ടത്, എങ്ങനെയാണ് BJP-യിൽ ഈ മൊമെന്റം ബ്രേക്ക് ചെയ്യേണ്ടത്, അവര് ചർച്ച. അത് ഡീൽ. ഓക്കെ, നമ്മൾ ഡീലിനെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം. മഞ്ചേശ്വരത്ത് ഇപ്പൊ നടന്ന SDPI-ന്റെ പിൻവലിക്കുന്ന സ്ഥിതി ആരോപ്പാ ഡീല്? CPM-നെ കുറിച്ചാണ് ആരോപണം വന്നത്. അല്ല, അത് ജമാഅത്തെ ഇസ്ലാമിനൊപ്പം രാഷ്ട്രീയം ചെയ്യുന്നത് ആരുടെ ഡീലാണത്? കോൺഗ്രസുമായിട്ടാണ്. കോൺഗ്രസിന്റെ ഡീൽ. ഓക്കെ. തമിഴ്നാട്ടില് 2 പാർട്ടീസ് ഒരുമിച്ച്, കേരളത്തിൽ 2 രാഷ്ട്രീയ പാർട്ടീസ് ഒരുമിച്ച് മത്സരിക്കുന്നത് ആരുടെ ഡീലാണ്? അവിടെ
CPM കോൺഗ്രസ് അല്ല. അതെ. ഇത് ആരെയാ വിഡ്ഢിയാക്കുന്നത്? 27 സംസ്ഥാനം 8 യൂണിയൻ ടെറിട്ടറീസിന്റെ ഒഫീഷ്യൽ പൊളിറ്റിക്കൽ അലയൻസിന്റെ ഭാഗമാണ് CPM കോൺഗ്രസും. എന്നിട്ട് ഡീല് ഞങ്ങളൊപ്പമാണോ? അല്ല, കേരളത്തിൽ ഇപ്പം SDP പോലെയുള്ള സംഘടനകൾക്ക് ചില മണ്ഡലങ്ങളിൽ ചില പോക്കറ്റുകളുണ്ട്. ഡീല് ഇവര് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരാണ് ഇന്ത്യ അലയൻസ്. എന്നിട്ടാണ് പറയുന്നത് ഞങ്ങളൊപ്പം ഡീല് ചെയ്യുന്നത്. നോക്കൂ, ഇതിൽ ഈ തെരഞ്ഞെടുപ്പിൽ CPM-ഉമായിട്ട് നിങ്ങൾക്ക് ഒരു ചങ്ങാത്തം നടത്താൻ പറ്റുമോ? എങ്ങനെ? ഞങ്ങളും CPM ഇങ്ങനെയല്ലേ? സദാനന്ദൻ മാഷ് അന്ന് രാജ്യസഭയിൽ എന്ത് പറഞ്ഞു? സദാനന്ദൻ മാഷ് സമ്മതിക്കോ? ഓക്കെ, വിചാരിച്ചോളൂ, ഞാനൊരു പുതിയ ആളാണ്, വലിയൊരു ഇന്റലക്ച്വൽ ജയന്റ് ആണ്, ഞാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കൂ, കോൺഗ്രസിനൊപ്പം ഡീൽ ചെയ്യണം, CPM-നൊപ്പം ഡീൽ. ഞങ്ങളുടെ പാർട്ടി എന്നെ സമ്മതിക്കും? അത് പ്രവർത്തകരോട് പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല, സമ്മതിക്കില്ല. കാരണം ഇത് വിശ്വസിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഇത് പ്രചരിപ്പിക്കുന്നുണ്ട് കേരളത്തിൽ. അത് പറഞ്ഞു. കാരണം അതിന്റെ കാരണം എന്താണ് നമ്മൾ പഠിക്കണം. ഇന്നിപ്പോ ഇത് 2 മിനിറ്റ് എടുക്കാൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇവിടെ വലിയൊരു ആവേശമായിരുന്നു കോൺഗ്രസിന്. എനിക്ക് 100 സീറ്റ്, ഞങ്ങൾ 100 സീറ്റ് കിട്ടും, 120 കിട്ടും, 150 എല്ലാം. പിന്നെ ആരോ പറഞ്ഞു കൊടുത്തു 140 സീറ്റേ ഉള്ളൂ. ഓക്കെ, 140 സീറ്റ് കിട്ടും എന്നെല്ലാം പറഞ്ഞു നടക്കും. ഇന്നിപ്പോ നടക്കുന്നത് എന്താണ്? CPM പൊളിയുന്നു. CPM-ന്റെ വലിയൊരു വീഴ്ച നടക്കുന്നുണ്ട്, അത് എല്ലാവരും അറിയാം. ആ ആന്റി ഇൻകംബൻസി വോട്ടും CPM-ന് കിട്ടുന്ന മുസ്ലിം വോട്ടും പിടിക്കുമെന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രതീക്ഷ. അതുകൊണ്ടായിരുന്നു ഈ 100, 120. ഇന്ന് ആ ആന്റി ഇൻകംബൻസി വോട്ട് കോൺഗ്രസിന് പോകുന്നില്ല, കിട്ടുന്നില്ല, കുറച്ച് കിട്ടുന്നുണ്ട്. മുസ്ലിം വോട്ട് ഭരണവിരുദ്ധ വികാരം ഉണ്ടോ കേരളത്തിൽ? ഉണ്ട്, അതുണ്ട് 100%. ശബരിമല കൊള്ള കഴിഞ്ഞ് ഈ തൊഴിലില്ലായ്മയും ഈ വിലക്കയറ്റത്തിന്റെ ചർച്ച, ഞങ്ങൾ തുടങ്ങിയ ചർച്ച കേട്ട് ജനങ്ങളുടെ മനസ്സിൽ ആ ഒരു ആന്റി ഇൻകംബൻസി വികാരം ഉണ്ട്. ഞാൻ ഏറെ കോൺഫിഡൻസ് കൊണ്ട് പറയുന്നു. എനിക്കിപ്പോ മുഖ്യമന്ത്രി മുതിർന്ന നേതാവാണ്, പേഴ്സണലായിട്ട് ഒന്നും അദ്ദേഹത്തിന്റെ എതിരെ ഞാൻ പറയുന്നില്ല. CPM ഈ തവണ അവര് ഭരണത്തിൽ വരുന്നു എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ചാൻസസ്, സാധ്യത മൊട്ടപൂജ്യം മാത്രമല്ല, വലിയ മൊട്ടപൂജ്യമാണ്. കാരണം അല്ല, അവരുടെ ക്യാമ്പിൽ നല്ല ആത്മവിശ്വാസം ഉണ്ട്. അത് ആത്മവിശ്വാസം, അതിപ്പോ മാനുഫാക്ചേർഡ് ആത്മവിശ്വാസത്തിന് വലിയ വലിയ ഡിഫിക്കൽട്ടി ഒന്നും ആവശ്യമില്ല, അതെല്ലാം വിടൂ. പക്ഷെ ലോജിക്കൽ, ഒരു സാധാരണ മലയാളി 10 കൊല്ലം സഹിച്ചതാണ് ഈ സർക്കാർ. ശബരിമല കൊള്ളേനെ കുറിച്ച് കേട്ടതാണ്, 18-ൽ നടന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയതാണ്. ഇന്നും അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാണ്ട് കിടക്കുന്നു. അപ്പൊ എന്തിനാണ് 3-ാം തവണ വോട്ട് കൊടുക്കുന്നത്? ഇതിന്റെ മുമ്പ് ഞാൻ പറഞ്ഞുതരാം എന്തായിരുന്നു കാരണം. 2 ഓപ്ഷനാണ്. CPM ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. കോൺഗ്രസിന് വോട്ട് കൊടുക്കണം, അപ്പോൾ CPM-നും ഒരു അവസരങ്ങളും കൊടുക്കാം. പക്ഷെ അതല്ലല്ലോ ഇപ്പോ. ഈ ഇലക്ഷനിൽ NDA എന്ന് പറഞ്ഞ ഒരു മുന്നണി ശക്തമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോ കേരളത്തിന്റെ രാഷ്ട്രീയം ഒരു വിസിബിൾ, ഇതൊരു സൈലന്റ് സെന്റിമെന്റ് ആയിട്ടാണ് ഇപ്പൊ നടക്കുന്നത്. ഞങ്ങളുടെ പോളിംഗ് എല്ലാം കാണിക്കുന്നത് ഇതാണ്. 2 പേർക്കും 40 സീറ്റിന് മുകളിൽ പോകാൻ പറ്റുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.